അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ, റമളാൻ കൊണ്ട് സ്വർഗ്ഗപ്രവേശനം റയ്യാൻ എന്ന കവാടത്തിലൂടെ നടത്തുന്നവരിൽ നമ്മെ അല്ലാഹു സെലക്ട് ചെയ്യട്ടെ, ചേർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ എല്ലാം അല്ലാഹു മാറ്റട്ടെ. നമുക്ക് മൗഫറത്തും റഹ്മത്തും ജന്നത്തും പ്രദാനം ചെയ്യട്ടെ. മരിച്ചുപോയി നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പല മുറാദ് പറഞ്ഞിട്ടുള്ള എല്ലാവരും മുറാദും ഹസ്സുലാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലാഹുവേ, നിന്നെ വണങ്ങുന്ന, നിനക്ക് ത്വാഅത്ത് ചെയ്യുന്ന, നിന്നെ വഴിപ്പെടുന്ന ആളുകളിൽ എന്നെ പെടുത്തണം എന്നുള്ള ചോദ്യമാണ്. എന്റെ ഖൽബിൽ നീ തഖ്വ നിറയ്ക്കണം എന്നുള്ള ചോദ്യമാണ്. ഇന്ന് പ്രത്യേകം ചെയ്യേണ്ട ദുആ അതാണ്. ആ ദുആ എന്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ പറയാം. അല്ലാഹുമ്മ ർസുഖ്നി ഫീഹി ത്വാഅത്തൽ ഖാദിഈൻ واملأ فيه قلبي خشوع الخاشعين وأسعر فيه صدري إنابة المحبين بأمنك يا أمان الخائفين. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് തറാവീഹ്സ്കരിക്കുന്ന, ഇന്ന് 15ന്റെ രാവാണ്. റമളാൻ, പരിശുദ്ധമായ റമളാൻ പകുതിയുടെ രാവാണ്. ഇന്ന് തറാവീഹ്സ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകൾ. അല്ലാഹുവിന്റെ മലക്കൾ സാധാ മലക്കുകളല്ല, അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളുണ്ടല്ലോ, ബഹുമാനികളായ പ്രധാനപ്പെട്ട മലക്കുകൾ, അല്ലാഹുവിന്റെ കുർസി ചുമക്കുന്ന മലക്കുകൾ. ആ മലക്കൾ ഇവന് വേണ്ടി ദ്വാരക്കും. കേവലം മലക്ക് ദ്വാരക്കൊന്നല്ല, അങ്ങനെ ദ്വാരുന്നാൽ പോലും വിജയം ഉറപ്പാണ്. ഇവിടെ അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന പ്രത്യേക പരിഗണനയുള്ള, പ്രത്യേക എന്താ പറയാ, ഒരു റെസ്പെക്റ്റ് ഉള്ള, ബഹുമാനമുള്ള, പ്രത്യേക പോലീസുള്ള മലക്കുകളാണ്. ആ മലക്കുകളുടെ ദ്വാ കിട്ടും എത്ര ഇന്ന് തറാവീഹ്സ്കരിച്ചാൽ. ഇതൊക്കെ പോലീസ് നമ്മുടെ കൽബിൽ കയറണം. എന്നിട്ട് ഇന്നത്തെ തറാവീന് വേണ്ടി ആശിക്കണം, താല്പര്യപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമളാൻ അതിന്റെ പകുതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കുനൂത്ത് തുടങ്ങുന്നത്. നാളത്തെ പരിശുദ്ധമായ വിത്തറിന്റെ അവസാനത്തെ ലാസ്റ്റ് റക്അത്തിൽ കുനൂത്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ തന്നെ വിശ്വാസിയുടെ കൽബിൽ വല്ലാത്തൊരു നൊമ്പരുണ്ടാവും. റമളാൻ പകുതി കഴിഞ്ഞു കടന്നു എന്നുള്ളൊരു വിഷമം. അല്ലാഹു നമുക്ക് പരിപൂർണമായി കഴിഞ്ഞതും വരാനിരിക്കുന്നതും എല്ലാ റമളാനിന്റെ ദിവസത്തിന്റെ പോരിശയും നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സാധാരണ ചൊല്ലാറുള്ള ദിക്ർ ദുആ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. 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 اللهم اغفر لنا ذنوبنا يا رب العالمين. يا غفار يا الله لا إله إلا الله. 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 അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ദുആയിലേക്ക് നമുക്ക് കടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله
അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദത്തു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പഠിച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. ഇനി അൽഹംദുലില്ലാഹ് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല രചിച്ചിട്ടുള്ള 40 കാഫിന്റെ സിറുകൾ അത്ഭുതം അടങ്ങിയ ഏറ്റവും മഹനീയമായ ഒരു ബൈത്താണ്. ആ ബൈത്തിന്റെ ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കാൻ പറ്റും. കണ്ണേറ് സിഹിറുണ്ടാവില്ല. നല്ല ബറക്കത്തോടെ റാഹത്തോടെ ഒരു പ്രത്യേകമായ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകാൻ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ആ ഒരു ബൈത്താണ് ഇനി നമുക്ക് ഓതാനുള്ളത്. يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان
كي كوكب الفلك كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفى كالكاف قربته يا كوكبا كان تحكي كوكب الفلك كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفى كالكاف قربته يا كوكبا كان تحكي كوكب الفلك الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال واستغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب الحمد لله على كل حال استغفر الله من كل ذنب اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم
اللهم صل على النور واهله 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 صلى الله على سيدنا محمد والآل والأصحاب سلم 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 صلى الله على سيدنا محمد والآل والأصحاب سلم. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പൊ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله مولانا العظيم. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد
അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും പങ്കെടുപ്പിച്ചതും ഒരുമിച്ചു കൂടിയതും ഒരുമിച്ചു കൂട്ടിയതും എല്ലാ ഹസനാത്തുകളും നീ ഖബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ എല്ലാത്തിന്റെയും മുതൽ സവാബ്, എല്ലാത്തിന്റെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പഠിച്ചവനെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ജുഹദാക്കൾ, ഖൈറുൽ മസ്വലാഹിന്റെ ആളുകൾ എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനിന്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവുകളിൽ, റമളാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളിൽ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഓർക്കുന്ന മഹാന്മാരാണ് ബദരീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബദർ ശുഹദാക്കൾക്ക് ഇതിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികള്, മഹല്ലുകാര്, ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര്, ക്ലാസ് കേൾക്കുന്നവര്, എല്ലാ മുഹബ്ബീങ്ങൾക്കും പഠിച്ചവരെ ഇതിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. നിങ്ങളെ നോമ്പ് തുറപ്പിക്കുന്നവര്, ഞങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നവര്, എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇതിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ, നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാര്, കന്നവന്മാര്, എല്ലാവർക്കും നീ കൂലി കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ സാധുക്കളോടെ ഞങ്ങളുടെ എല്ലാ അമലുകളും സ്വീകരിക്കണേ അല്ലാഹ്. തെറ്റുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. നിന്നോടല്ലാതെ ഈ പരിശുദ്ധമായ രാവിൽ ഞങ്ങളുടെ കാര്യം ചോദിക്കാൻ മറ്റാരുമില്ല അല്ലാഹ്. പടച്ചവരെ, നിങ്ങളെ സകല സങ്കടങ്ങളും നീ മാറ്റണേ റബ്ബേ. ദുആ ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയുന്നവരുണ്ട്, വസിയത്തുകൾ എഴുതിയേക്കുന്നവരുണ്ട്, കമന്റിൽ പറയുന്നവരുണ്ട്, അല്ലാഹുവേ ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവരെ, സന്തോഷത്തോടുകൂടെ ഞങ്ങൾ നോമ്പെടുക്കുമ്പോ, തറാവീഹ് നിസ്കരിക്കുമ്പോ, മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോ, തറാവീഹ് പോലും നിസ്കരിക്കാൻ പറ്റാതെ പടച്ചവരെ റൂഹ് പിരിഞ്ഞു പോകുന്ന തരത്തിൽ വമ്പൻ വെടിയൊച്ചകൾക്കിടയിൽ അല്ലാഹുവേ നിസ്കാരം മുടങ്ങിപ്പോകുന്നവര്, യാത്ര മുടങ്ങിപ്പോകുന്നവര്, ജോലി മുടങ്ങിപ്പോയവര്, പടച്ചവരെ യുദ്ധത്തിന്റെ ഭീതിയിൽ, വിഷമത്തിന്റെ, സങ്കടത്തിന്റെ പടപ്പാട്ട് പാടുന്നവര്, ലോകത്തിന്റെ ഏത് ദിക്കിലുണ്ടെങ്കിലും നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. പടച്ചവരേ, ഒരു കുടുംബങ്ങളെ പോലെ ഓരോ നാടുകളിലും നല്ല മനസ്സുള്ള, നല്ല സ്നേഹമുള്ള, പരസ്പര സഹായമുള്ള ഇതര മതസ്ഥരാണ് സഹോദര സമുദായങ്ങൾ ഒട്ടനവധി ഉണ്ട് റബ്ബേ. പ്രത്യേകിച്ച് കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ഒരു കുടുംബത്തെ പോലെ ജീവിക്കുന്ന നല്ല മനസ്സുള്ള സഹോദര സമുദായത്തിൽപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും പരസ്പര സഹായത്തോടെ അല്ലാഹുവേ ഗുണകാംക്ഷയോടുകൂടെ ജീവിക്കാനുള്ള സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ അവസരം തുറന്നു നൽകണേ അല്ലാഹ്. പടച്ചോരേ, ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രത്യേകം മുറാദ് പറഞ്ഞവരുണ്ട്, ഹാസിലാക്കണേ അല്ലാഹ്. നിങ്ങളുടെ നോമ്പും തറാവീഹും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിങ്ങളുടെ ഹദിയകൾ, സദഖകൾ, ദാനധർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിന്റെ ശഫാഅത്തോടെ സ്വർഗ്ഗത്തിൽ പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പോരിശയാക്കപ്പെട്ട രാവിൽ അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ മഗ്ഫിറത്തിന്റെ തുക്കും മിനന്നാറിന്റെ സമ്മാനം നിങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജോലികൾ, ഇടപാടുകൾ, സ്ഥാപനങ്ങൾ, പടച്ചവരെ കച്ചവടം, എല്ലാറ്റിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. ആൺമക്കൾ, പെൺമക്കൾ, വിവാഹം കഴിച്ചു വിട്ട മക്കൾ, കുടുംബത്തിലുള്ള മക്കൾ, പഠിക്കുന്ന മക്കൾ, പടച്ചവരെ എക്സാമുമായി ബന്ധപ്പെടുന്ന ഒരുപാട് മക്കൾ ഞങ്ങൾ അൻവാർ ഫജറിന്റെ, ഞങ്ങളുടെ മജ്‌ലിസിന്റെ കുടുംബത്തിലുണ്ട്. എല്ലാ മക്കൾക്കും നീ വിജയം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്വാലിഹീങ്ങളായ മക്കളെ കൊതിച്ച് കാത്തുകിടക്കുന്നവരുണ്ട്, മക്കളെ കൊടുക്കണേ അല്ലാഹ്. രോഗം ബാധിച്ച മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവർ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്.
പഠിച്ചവരെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ കുട്ടികളായി പോയി പെട്ടെന്ന് പിരിഞ്ഞു പോകേണ്ട പരീക്ഷണങ്ങൾ, അപകട മരണങ്ങൾ റബ്ബേ നീ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ മജ്‌ലിസാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ ഇന്നത്തെ തറാവീഹ് അല്ലാഹുവേ, ഇന്നത്തെ നോമ്പ് നിങ്ങളുടെ ആയുസിന്റെ അവസാനത്തെ നോമ്പാക്കല്ലേ അല്ലാ. നിങ്ങളുടെ റമളാൻ അവസാനത്തെ റമളാനാക്കല്ലേ റബ്ബേ. ഒരുപാട് റമളാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا ربي صل عليه وسلم. صل على جميع الأنبياء المرسلين وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.